അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കൾ, ശ്രോതാക്കൾ, ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത് പണമോ വിഭവങ്ങളോ അല്ല, മറിച്ച് നാളെ കെട്ടിപ്പടുക്കാൻ ശേഷിയുള്ള യുവതലമുറയാണ്. ജനസംഖ്യാ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം സമീപ ഭാവിയിൽ കേരളം അഭിമുഖീകരിക്കാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് യുവജനങ്ങളുടെ കുറവ് മൂലം അനുഭവിക്കുന്ന ജനസംഖ്യാ പ്രതിസന്ധി. കേരളം വികസനങ്ങൾ കൊണ്ടും മികച്ച സാമൂഹിക നിലവാരം കൊണ്ടും ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു ദേശമാണ്. മികച്ച ആരോഗ്യരംഗം, സാമൂഹിക നിലവാരം, ഉയർന്ന സാക്ഷരത, കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവയിലൂടെ നാം കേരള മോഡൽ വികസനം ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചു. എന്നാൽ ഈ വികസനത്തിന്റെ മറ്റൊരു വശം ഇന്ന് നമ്മെ ജനസംഖ്യാ കെണിയിലേക്ക് നയിക്കുകയാണ്. അതായത് കേരളത്തിന്റെ ജനന നിരക്ക് ക്രമാതീതമായി കുറയുകയും ശരാശരി ആയുസ് വർദ്ധിക്കുകയും ചെയ്തതോടെ കേരളം അതിവേഗം പ്രായമേറിയവരുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ പോൾ മക്ഡൊണാൾഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, കുട്ടികളുണ്ടാകാത്ത ഒരു സമൂഹം സാമ്പത്തികമായി മാത്രമല്ല, സാംസ്കാരികമായും സാവധാനം മരണത്തിലേക്ക് നീങ്ങും എന്നാണ്. എന്തുകൊണ്ടാണ് കേരളം ഇത്തരത്തിൽ ഒരു വികസന പ്രതിസന്ധി നേരിടുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യുവജനങ്ങളുടെ പലായനം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ കുടിയേറുകയാണ്. നാട്ടിൽ മികച്ച തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നില്ല എന്നതു തന്നെയാണ് യുവത്വം കേരളം വിടാനുള്ള കാരണം. ഫലത്തിൽ കേരളത്തിൽ അവശേഷിക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ്. ഈ ഒരു സ്ഥിതി തുടർന്നു പോകുന്നതോടെ മറ്റൊരു പ്രശ്നം കൂടി സംജാതമാകുന്നു. അധ്വാനിക്കുന്നവരുടെ എണ്ണം കുറയുകയും ആശ്രിതരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. വരും കാലത്ത് കേരളത്തിന്റെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഈ ഒരു സ്ഥിതി തുടർന്നാൽ ഇവരുടെ ജീവിതത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയുള്ള ചിലവുകളും അതുപോലെ സർക്കാർ തലത്തിൽ അതിനുള്ള നികുതി പണങ്ങൾ കണ്ടെത്തേണ്ടതും അധ്വാനിക്കുന്ന യുവതലമുറയാണ്. യുവാക്കളുടെ അഭാവം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർവീകരണം ചെയ്യും. ഉൽപാദന മേഖലയിൽ തൊഴിലാളികളില്ലാതെ ആളുകൾ പ്രതിസന്ധിയിലാകും. കൃഷിയിടങ്ങളും വ്യവസായങ്ങളും തൊഴിൽ ചെയ്യാൻ തദ്ദേശിയില്ലാതെയാകും. നോബൽ സമ്മാന ജേതാവായ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോൾ ക്രുഗ്മാൻ ഒരു രാജ്യത്തിന്റെ പ്രായമാകുന്ന ജനസംഖ്യയെക്കുറിച്ച് കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പ്രായമായ ജനസംഖ്യയും തൊഴിലാളികളുടെ അഭാവവും ഒരു സമ്പദ് വ്യവസ്ഥക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു നിശബ്ദ ദുരന്തമാണ്. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് പല വികസിത രാഷ്ട്രങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയാണിത്. വിസ്തൃതിയിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ള റഷ്യയും കാനഡയും അവരുടെ ജനസംഖ്യാ വർധനവിന് വേണ്ടി കുടിയേറ്റത്തെയും സന്താന ഉൽപാദനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യത്യസ്ത പദ്ധതികളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ യുവജന സാന്ദ്രത നിലനിർത്താൻ മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക എന്നതു തന്നെയാണ് പരിഹാരമാർഗം. IT, സ്റ്റാർട്ടപ്പ്, ലോജിസ്റ്റിക്സ്, ടൂറിസം തുടങ്ങിയ കേരളത്തിന്റെ വ്യത്യസ്ത സാധ്യതാ മേഖലകളെ ശക്തമാക്കാനുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാകണം. മറ്റൊന്ന് വയോജന സൗഹൃദ സമൂഹത്തിന്റെ നിർമ്മിതിയാണ്.
പ്രായമായവരുടെ ആരോഗ്യ പരിപാലനം അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ അവരുടെ അനുഭവ സമ്പത്ത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നാം തയ്യാറാകണം. ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. നിങ്ങൾക്കു നന്ദി. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.